അന്നത്തെ ആ സംഭവത്തിൽ എനിക്ക് ഇവളോട് തീരാത്ത ദേഷ്യമായിരുന്നു എന്നത് സത്യം. പക്ഷേ ഈ സംഭവങ്ങൾ നാട്ടിലൊക്കെ പാട്ടായപ്പോൾ കുറച്ചുപേർ എന്നെ കാണാൻ വന്നു. അങ്ങനെ പറഞ്ഞാൽ ശരിയാകില്ല, നാട്ടിലെ പല കോഴികളും എന്നെ കാണാൻ വന്നു. എങ്ങനെയാണ് അവളെ ഡീൽ ചെയ്തതെന്ന്, എത്ര രൂപയാണ് അവൾക്ക് ഒരു മണിക്കൂറിന് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് അവളെ ഒതുക്കിയെടുക്കേണ്ടത്, അങ്ങനെയൊക്കെ ഈ വക ചോദ്യങ്ങളുമായി കുറച്ചു പേർ വന്നിരുന്നു. എന്നാൽ അവർ ഈ വക ചോദ്യങ്ങളുമായി ആദ്യം പോയത് അവളുടെയും അവളുടെ ബന്ധുക്കളുടെയും അടുത്തേക്കായിരുന്നു. എന്നും അത് നടക്കാതെ വന്നപ്പോഴാണ് എന്റെ അടുത്തേക്ക് വരുന്നതെന്ന് പറയുമ്പോൾ പാവം എനിക്ക് അവളോട് ആദ്യമായി ഒരു സഹതാപം തോന്നി. വയ്യാതായി പോയ എന്നെ ഒന്ന് സഹായിക്കുക മാത്രമല്ലേ അവൾ ചെയ്തത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗ്രൂപ്പിൽ O പോസിറ്റീവ് ബ്ലഡ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് മെസ്സേജ് വരുന്നത്. ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴാണ് അവളെ വീണ്ടും കാണുന്നത്. ഇത്തവണ അവളുടെ അച്ഛന് ഒരു ആക്സിഡന്റ് പറ്റിയിരിക്കുന്നു. അങ്ങനെ അവളുടെ അച്ഛന് ഞാൻ ബ്ലഡ് നൽകുകയും അതോടൊപ്പം അവളുമായി സൗഹൃദത്തിലാകുകയും ചെയ്തു. ഈ സംഭവങ്ങളെല്ലാം സാധാരണ പോലെ കടന്നുപോയെങ്കിലും അന്ന് ആദ്യമായി ദീപിക എന്നെ കണ്ട് റോഡിൽ അവളുടെ സ്കൂട്ടർ നിർത്തി എന്നോട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഒരു കുടവും തലയിൽ വെച്ചുകൊണ്ട് എന്റെ അരികിലൂടെ അവളും കടന്നു പോകുന്നുണ്ടായിരുന്നു. ഒരു നിമിഷത്തിൽ എന്റെ നോട്ടം അവളിലേക്കും പോയിരുന്നു. ഇനി മറ്റൊരു കാര്യം പറയാം. സൂഫി ആചാര്യൻ ഫരീദിനെ കണ്ട ശേഷമാണ് എനിക്ക് ദീപികയെ വീണ്ടും കാണാനുള്ള ധൈര്യം വന്നത്. ആചാര്യൻ പറഞ്ഞതുപോലെ ഞങ്ങൾക്കിടയിൽ പ്രണയമുണ്ട്, ഏതു തെറ്റും ന്യായീകരിക്കപ്പെടുമെന്ന വസ്തുത വലിയൊരു ധൈര്യമാണ് എനിക്ക് തന്നത്. അങ്ങനെ ദീപികയെ ന്യൂ ഇയർ പാർട്ടിയിൽ ചെന്ന് കണ്ടു. സംസാരിക്കാനും ധൈര്യം കിട്ടി. പക്ഷേ സൂഫി ആചാര്യൻ പറഞ്ഞതുപോലെ അവളെ കാണുന്ന നിമിഷങ്ങളിലൊന്നും എന്റെ ഹൃദയസ്പന്ദനത്തെ സ്പർശിക്കുന്ന പോലെ ഒരു അനുഭവം എനിക്കുണ്ടായില്ല. പക്ഷേ അങ്ങനെ ഒരു അനുഭവം എനിക്ക് അനുഭവപ്പെട്ടത് ദീപികയുടെ മുന്നിൽ വെച്ച് അവൾ എന്റെ അരികിലൂടെ കടന്നു പോകുമ്പോഴായിരുന്നു. ആ സമയം അവളിലേക്ക് എപ്പോഴോ എന്റെ നോട്ടം ഒന്ന് പാളിയപ്പോഴാണ് എന്റെ ഹൃദയത്തെ അവളുടെ കണ്ണുകൾ നിയന്ത്രിച്ചതുപോലെ ഒരു തോന്നൽ വന്നത്. ആ തോന്നൽ സത്യമാണോ എന്നറിയാൻ ഞാൻ അവളെ പിന്തുടർന്നു. ഭൂമിയിലെ സൂഫിയുടെ വാക്കുകൾ പോലെ പ്രണയത്തെ പിന്തുടർന്ന് തന്നെ പ്രണയിക്കണം. അങ്ങനെയാണ് അവൾ എന്നും പുലർച്ചെ തൊഴുവാൻ പോകുവാറുള്ള ഈ മലമുകളിലെ അമ്പലത്തിന് പുറത്ത് ഞാനും എത്തിയത്. എന്നും എത്തുന്നതും അങ്ങനെ പരസ്പരം കണ്ട് സംസാരിച്ച ശേഷം മലയിറങ്ങുമ്പോൾ മാത്രമാണ് എന്റെ ആ ദിവസത്തിന് തുടക്കമാകുന്നത്. ഇപ്പോൾ ഏകദേശം മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ദേവസ്യ ചേട്ടനും ബെഞ്ചമിൻ സാറും എന്റെ പ്രണയവും ഞങ്ങളുടെ ഈ മല കയറ്റവും ഒക്കെ. ഈ മലയുടെ താഴെ അവൾ വെറുമൊരു ആക്രി പെറുക്കുന്ന പെണ്ണാണ്. സാമ്പത്തികമോ വിദ്യാഭ്യാസമോ ഇല്ലാത്തവൾ. ഞങ്ങളെ വേർപിരിക്കാൻ 1000 കാരണങ്ങളും 1000 പേരുമുണ്ടായിരിക്കാം. അതിനാൽ തന്നെ ഒരുപക്ഷെ ഞങ്ങൾ വേർപിരിഞ്ഞേക്കാം, ഒറ്റപ്പെട്ടു പോയേക്കാം. എന്നിരുന്നാലും കാലമെത്തുന്ന കാലത്തോളം ഞങ്ങൾ ഞങ്ങളുടെ പ്രണയത്തെ നിശബ്ദമായി പിന്തുടരുക തന്നെ ചെയ്യും. ദൂരെ ദൂരെ